പ്രൈസലോട് എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ നാളുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രയേൽ, ഇറാൻ, അമേരിക്ക ആൻഡ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായിട്ടുള്ള യുദ്ധത്തെക്കുറിച്ചുള്ള ഏതാനും പ്രോഗ്രാമുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവവചന അടിസ്ഥാനത്തിൽ ഈ യുദ്ധം എങ്ങനെ മുൻപോട്ട് പോകും, ഇതെങ്ങനെ അവസാനിക്കും, എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ പരിണാമ ഫലങ്ങൾ എന്നുള്ളത് വിശദമായി ചിന്തിക്കുന്ന ഒരു പഠനമാണ് നമ്മൾ ഈ നാളുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ദൈവവചനം എന്ത് പറയുന്നു? ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഈ യുദ്ധം കൊണ്ടുള്ള ദോഷങ്ങൾ എന്താണ്, ഈ യുദ്ധം എങ്ങനെ അവസാനിക്കും. ഒരുപക്ഷെ പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഒരു കൂട്ടർ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഇറാൻ്റെ മേൽ ചിലപ്പോൾ അമേരിക്ക ന്യൂക്ലിയർ ബോംബിടും. അത് യൂട്യൂബിൽ പല ചാനലുകളും ഒരിടയ്ക്ക് പറയുമായിരുന്നു, അമേരിക്ക ഇറാൻ്റെ മേൽ ന്യൂക്ലിയർ ബോംബ് ഇടുമോ എന്നുള്ള ചോദ്യങ്ങൾ. അതവരുടെ ചാനലിൻ്റെ റീച്ച് വർദ്ധിപ്പിക്കാനുള്ളതാണെന്ന് നമുക്കറിയാം. എന്നാൽ ആദ്യമേ ശ്രദ്ധിക്കണമേ, ഒരു രാജ്യത്തിൻ്റെ മേൽ ഒരു ന്യൂക്ലിയർ ബോംബ് ഇടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല, അത് പ്രായോഗികമല്ല. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. ബൈബിൾ പ്രകാരം എങ്ങനെയാണ് ഇനി കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്, ഇതാണ് നമുക്ക് അടുത്തതായി ചിന്തിക്കാനുള്ളത്. ഇപ്പോൾ യുദ്ധം തൽക്കാലം ഒന്ന് ശമിച്ചു നിൽക്കുന്നു എന്ന് പറയുമെങ്കിൽ പോലും ലോകം മുൾമുരയിലാണ്. ഹോർമോസ് കടലിടുക്ക് ബ്ലോക്കേഡായിട്ട് കിടക്കുന്ന, അടഞ്ഞു കിടക്കുന്നു. ഒരു പ്രതികൂല സാഹചര്യത്തിൽ കൂടാണ് ലോകം പോകുന്നത്. പല രാജ്യങ്ങളുടെയും എക്കണോമി തകർന്നു നിൽക്കുന്നു. ഇന്ത്യ പോലും ഒരു പതനത്തിലേക്ക് പോവുകയാണെന്നാണ് നമുക്കറിയാൻ പറ്റുന്ന കാര്യങ്ങൾ. PR വർക്കിൽ കൂടെ പലരും ഭരണാധികാരികൾക്ക്, ഗവൺമെൻറ്റിനൊക്കെ അനുകൂലമായിട്ട് പറയുമെങ്കിലും സത്യാവസ്ഥ അതല്ലെന്നും, അതുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട മോദി സാറ് പല പ്രാവശ്യം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, മുണ്ട് മുറുക്കി ഉടുക്കണം, ഓയിൽ കുറച്ച് ഉപയോഗിക്കണം, പെട്രോൾ വാഹനങ്ങൾ, പ്രൈവറ്റ് വാഹനങ്ങൾ കുറവ് ഉപയോഗിക്കണം. ഇത് പല പ്രാവശ്യം അദ്ദേഹം ടെലിവിഷനിൽ കൂടെയും അല്ലെങ്കിൽ പബ്ലിക്കലി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഏതായാലും ലോകം പ്രതികൂലത്തിലേക്ക് പോകുന്നു. പല രാജ്യങ്ങളിലും പെട്രോളിന് 50%, 100% കൂടിയ രാജ്യങ്ങളുണ്ടെന്നാണ് പറയുന്നത്. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രയേലിൽ കയറി ആക്രമിക്കുന്നതെന്നുള്ളത് അറിയാം. അവിടെ ആക്രമിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഏകദേശം 251 പേരെ ബന്ദികളായിട്ട് പിടിച്ചുകൊണ്ടുപോയി 1200 പേരെ വെടിവെച്ചു കൊന്നു. ഇതാണ് ഈ യുദ്ധത്തിൻ്റെ തുടക്കം. ഞങ്ങളുടെ ഈ മെസ്സേജ് കേൾക്കുന്ന ആരെങ്കിലും ഇതിനെതിരായിട്ട് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇസ്രയേലിനെതിരായിട്ട് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ, ദയവായിട്ട് ഞാനൊരു കാര്യം അഭ്യർത്ഥിക്കട്ടെ. ഒരു മനുഷ്യൻ പോലും മരിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുള്ളവരല്ല. അത് ഇറാൻകാരാണെങ്കിലും, കുവൈറ്റുകാരാണെങ്കിലും, ഇസ്രയേലാണെങ്കിലും, അമേരിക്കയാണെങ്കിലും, പാകിസ്ഥാനിലാണെങ്കിലും ഒരു മനുഷ്യൻ മരിക്കുന്നതിനോടോ ഒരു ബോംബിടുന്നതിനോടോ ഒന്നും നമുക്ക് യോജിപ്പുള്ളവരല്ല. പക്ഷെങ്കിൽ ദൈവവചനത്തിൽ ഇതെല്ലാം എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ തന്നെ നടക്കുമെന്ന് ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ട്. ആ ദൈവവചനത്തിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഇസ്രയേലിന് ഒരു ദോഷവും ഇപ്പോൾ വരത്തില്ല, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് വരെ. ആ കാര്യങ്ങൾ ഞങ്ങൾ ഇവിടെ വിവരിച്ച് പറയുമ്പോൾ ഞങ്ങൾക്കതിനകത്തൊരു ചെറിയ സന്തോഷമുണ്ടെന്ന് പറയാൻ. ദൈവവചനം നിവൃത്തിയാകുന്നു. എനിക്കൊത്തിരി ഇസ്ലാമിക സഹോദരന്മാർ ഫ്രണ്ട്സുണ്ട്. ഞാൻ കോഴിക്കോട്ടും വടകരയും ഒക്കെ എനിക്കവരുണ്ട്. ഞാൻ പലപ്പോഴും അവരുടെയൊക്കെ വീടുകളിൽ വല്ലപ്പോഴും ഒക്കെ പോകാറുണ്ട്. അനേക വർഷങ്ങളായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എനിക്കുണ്ട്. അവർക്കൊക്കെ ഈ കാര്യങ്ങൾ കുറച്ചൊക്കെ അറിയാമെന്നവരാണ്. അപ്പം നമുക്ക് ആരോടും പിണക്കമൊന്നുമില്ല. എന്നാൽ ചിലർ കയറി ചില മെസ്സേജുകളൊക്കെ ഇടും. ഈയിടെ ഒരാളൊരു മെസ്സേജ് ഇടും, ഇസ്രയേലിൻ്റെ ചെയ്തികളെ ലോകം മുഴുവൻ വിമർശിക്കുമ്പോൾ, അപലപിക്കുമ്പോൾ നിങ്ങളൊരാൾ മാത്രം യൂതയായി വന്നിരിക്കുകയാണ്. സഹോദര, ഏത് രാജ്യമാണ് സഹോദരന്മാരെ ഇസ്രയേലിന് എതിരായിട്ട് പറഞ്ഞ രാജ്യം? കുവൈറ്റ് പറയുന്നുണ്ടോ? ഇറാഖ് പറയുന്നുണ്ടോ? അല്ലെങ്കിൽ സൗദി അറേബ്യ പറയുന്നുണ്ടോ? ഖത്തർ നേരത്തെ പറഞ്ഞിരുന്നു, ഇപ്പോൾ പറയുന്നുണ്ടോ? പിന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ ഏത് രാജ്യമാണ് പറഞ്ഞത്? അല്ലെ അമേരിക്ക പറയുന്നുണ്ടോ? ഇന്ത്യ, നമ്മുടെ ഭരണകർത്താക്കൾ മോദി സാറും മോദി ഗവൺമെൻറ്റും പറയുന്നുണ്ടോ? ആരായി പറയുന്നത്? ഇനി ആരെങ്കിലും പറഞ്ഞെങ്കിലും അതൊരു 5% പോലും ഇല്ല. കാര്യം 2023 ഒക്ടോബർ 7 ഹമാസ് അങ്ങോട്ട് കയറി ആക്രമിച്ചതല്ലേ? ഇത് നിങ്ങൾ മറച്ചു വയ്ക്കുന്നത് എന്തിനാ? ഇസ്രയേൽ ആരുടെയും ബോർഡർ കയറി പിടിക്കാൻ വന്നില്ലല്ലോ. അപ്പോൾ സത്യത്തെ സത്യമായിട്ട് കാണാൻ ശ്രമിക്കുക. ഞങ്ങളെപ്പോലുള്ളവർ പറയുന്നത് എല്ലാ രാജ്യങ്ങളിലും അവരുടെ അതിരിനകത്ത് നിന്നുകൊണ്ട്
അവരുടെ ജനങ്ങൾക്ക് വേണ്ടി കെട്ടിപ്പടുക്കണം രാജ്യത്തെ. അവരുടെ ജനങ്ങൾ നല്ല സമൃദ്ധിയിൽ ജീവിക്കണം, നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. അതുപോലെ തന്നെ മറ്റൊരുത്തിനെ കയറി വെടിവെച്ച് കൊല്ലുക, ബോംബിട്ട് കൊല്ലുക എന്നുള്ള പഠിപ്പീരല്ല വേണ്ടിയത്. ശത്രുവിനെ പോലും സ്നേഹിക്കണം. ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ ഓർപ്പിക്കട്ടെ. ഈസാ നബിയെക്കുറിച്ച് എനിക്ക് തോന്നുന്ന ഇസ്ലാമിക ചരിത്രത്തിൽ അല്ലെങ്കിൽ താരിഫ് ഇസ്ലാം എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇനിയും വരാനിരിക്കുന്ന പ്രവാചകൻ ഈസാ നബിയാണെന്നും പറയുന്നുണ്ടല്ലോ. ഏകദേശം ലോകത്തിൻ്റെ അവസാന 7000 വർഷമെന്നും ഈ പുസ്തകങ്ങളിൽ പറയുന്നുണ്ട്. ആദം നബി മുതൽ 7000 വർഷം. അതുകൂടാതെ ഏതാണ്ട് ഈസാ നബി വരെയുള്ള കണക്കുകളും അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഈസാ നബി വന്നിട്ടുള്ളതും അത് ഇഞ്ചിൽ പ്രകാരമാണെന്നും, ഇഞ്ചിലെന്ന് പറയുന്നത് ഞങ്ങളുടെ പുതിയ നിയമമാണ്, തൗറാത്ത് എന്ന് പറയുന്നത് പഴയ നിയമമാണെന്നും നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഈ തെളിവുകളെല്ലാം കൃത്യമായിട്ടും നമുക്കറിയാം, നമുക്കുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് മറച്ചു വെക്കാൻ പറ്റുകയില്ലല്ലോ. അല്ല, കഴിഞ്ഞൊരു 600 ചില്ലുവാനം വർഷം കഴിഞ്ഞ് വന്ന് വീണ്ടും ഈ നിയമത്തെ മാറ്റിയോ, ശത്രുവിനെ കൊന്നാൽ സ്വർഗം കിട്ടുമെന്നുള്ള നിയമമാക്കിയോ എനിക്കറിയത്തില്ല. ഞാൻ ഈസാ നബിയിൽ അല്ലെങ്കിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവദാസനാണ്. യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഞങ്ങളുടെ യേശുക്രിസ്തു ഞങ്ങളെ പഠിപ്പിച്ചത് ശത്രുവിനെ സ്നേഹിക്കാനാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് കമൻ്റ് ഇട്ടാലും ഞാനതിന് ലൈക്ക് അടിക്കത്തേ ഉള്ളൂ. നിങ്ങളെ എൻ്റെ സഹോദരനായിട്ട് കാണുന്നേ ഉള്ളൂ. ഞങ്ങളുടെ വാക്കുകൾ പോലും നിങ്ങൾക്ക് വേദന ഉണ്ടാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, ഈ യുദ്ധം എങ്ങനെ അവസാനിക്കും, എന്തായിരിക്കും ഇതിൻ്റെ പരിണിത ഫലങ്ങൾ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതെങ്ങനെ തീരുമെന്നുള്ളതിനെക്കുറിച്ച് 83-ാം സങ്കീർത്തനം ഇതിൻ്റെ 2ാമത്തെ എപ്പിസോഡിൽ എടുത്തതാണ്. വരുവിൻ നാം ഒരുമിച്ച് കൂടി ഇസ്രയേൽ ഒരു ജാതി അല്ലാതിരിക്കത്തക്കവണ്ണം അവരെ മുടിച്ചു കളയുക എന്നൊരു 10 ജാതീയ കൂട്ടുകെട്ടുണ്ടാകുന്നു. ആ ജാതീയ കൂട്ടുകെട്ടൊക്കെയാണ് ഇപ്പോഴും നിൽക്കുന്ന കൂട്ടുകെട്ട് തന്നെ. പലസ്തീനികൾ അല്ലെങ്കിൽ ഫെലിസ്ത്യർ, ഏലാം അല്ലെങ്കിൽ അസറിയ, ഇറാൻ, അമാലേക്ക്, ഇവരൊക്കെ ആ ഗ്രൂപ്പിൽ പെടുന്നതാണെന്ന് 2ാമത്തെയും 3ാമത്തെയും ബൈബിളിൽ നിന്ന് വിവരിച്ച് കാണിച്ചു. പലസ്തീനികളുടെ സ്ഥലമല്ല ഇന്നത്തെ ഗസയും യെരുശലേമും. ഇവർ കപ്തേരിൽ നിന്ന് വന്നവരാണെന്നാണ് ഇൻ്റർനെറ്റിലും കാണുന്നത്, ഞങ്ങളുടെ ബൈബിളിലും കാണുന്നത്. ഈ യുദ്ധങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇസ്രയേലിന് ചുറ്റും കിടക്കുന്ന ജാതികളെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. 2023 ഒക്ടോബർ 7 ഹമാസ് കയറി ഇസ്രയേലിനകത്ത് കയറി ആക്രമിക്കുകയാണ്. 151 പേരെ ബന്ദികളായി പിടിച്ചു കൊണ്ടുപോകുന്നു. 1500ഓളം അടുത്ത ആൾക്കാരെ വെടിവെച്ചു കൊല്ലുന്നു. ഇത് ഒരു പ്രകോപനവും ഇല്ലാതെ, ഇസ്രയേൽ ഒരു പ്രകോപനവും ഇല്ലാതല്ല ഈ കാര്യങ്ങൾ നടക്കുന്നത്. ഒരു പ്രകോപനവും ഇസ്രയേലിൻ്റെ ഭാഗത്തുനിന്ന് ഇല്ലാതല്ല ഇത് നടത്തുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോണം, 83-ാം സങ്കീർത്തനത്തിൽ പറയുന്നതിൻ്റെ ലാസ്റ്റ് ഒരു കൂട്ടുകെട്ടായി നടക്കുന്നത്. അങ്ങനെ ഇസ്രയേൽ ഹമാസിനെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ അവരെ ആക്രമിക്കുന്നു. അപ്പോഴാണ് ലെബനാന്റെ ഭാഗത്തുനിന്ന് യുദ്ധം തുടങ്ങുന്നത്. ഇറാന്റെ പ്രോക്സികൾ അവിടെ വളർന്നു നിൽക്കുകയാണ്. അവർ റെഡി ആയിരുന്നു. അവരുടെ വെപ്പൺസുകളും റോക്കറ്റുകളും മിസൈൽസുകളും ഇറാൻ വേണ്ടവണ്ണം സപ്ലൈ ചെയ്തിരുന്നു. അതും അങ്ങോട്ട് തുടങ്ങി അവരോട് പോരടിക്കും. ഇസ്രയേൽ പോരടിക്കുമ്പോഴാണ് അടുത്ത സിറിയയുടെ ഭാഗത്തുനിന്നും ആക്രമണം തുടങ്ങുന്നത്. അങ്ങനെ ഹിസ്ബുള്ളയ്ക്ക് നേരെ ആക്രമണം നടത്തുമ്പോഴാണ് ഹൂതികൾ മറ്റൊരു സൈഡിൽ നിന്ന് തുടങ്ങുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചോണം, വെൽ പ്ലാൻഡ് ആയിരുന്നു. ഇത് വെൽ പ്ലാൻഡ് ആയിരുന്നു. ഇതിന്റെ മുൻപിൽ നിന്ന് ചുക്കാൻ പിടിച്ചത് ഇറാനാണ്. നാം വരുവീൻ ഇസ്രയേൽ ഒരു ജാതി അല്ലാത്തവണ്ണം അവരെ നശിപ്പിച്ചു കളയുക എന്നുള്ള ഇവരുടെ ആ കൂട്ടുകെട്ട് അണ്ടർഗ്രൗണ്ടിൽ നടന്നു. അപ്പോൾ ഇറാൻ പറയുകയാണ്, വിത്തിൻ എ ഷോർട്ട് ഡേയ്സ് ഞങ്ങൾ ന്യൂക്ലിയർ ബോംബ് റെഡിയാകും, വേണ്ടി വന്നാൽ നമുക്ക് ഇസ്രയേലിൻ്റെ മേളിൽ ന്യൂക്ലിയർ ബോംബിട്ട് അവരെ തകർത്ത് കളയാം. ഇതായിരുന്നു ഇറാൻ്റെ പ്ലാൻ. ഇത് വ്യക്തമായിട്ട് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യമല്ലേ. അതുമാത്രമല്ല, ഇറാൻ്റെ പാർലമെൻറ്റിൽ ഇവരെപ്പോൾ പാർലമെൻറ്റ് മീറ്റിംഗ് കൂടിയാലും പറയുന്ന കാര്യമല്ലേ, ഡെത്ത് അമേരിക്ക, ഡെത്ത് ഇസ്രയേൽ. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ എൻ്റെ വാത്സല്യ സഹോദരന്മാരെ, നിങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഏത് രാജ്യമാണ് നിങ്ങളുടെ അയലോക്കത്തിരുന്ന് ഒരുത്തം പറയുകയാണ് നിങ്ങളെ അങ്ങ് കൊല്ലും എന്ന് പറഞ്ഞാൽ, ഒന്നീ നിങ്ങൾ അവരെ തിരിച്ചടിക്കും, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ വിട്ടു പോകും. അവിടെ നിൽക്കാൻ പറ്റത്തില്ല, കാരണം നിങ്ങളെ അവർ കൊല്ലും. ഇങ്ങനെ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ട് ക്ലോക്കും സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു രാജ്യത്തെ എന്നിട്ടും ഇസ്രയേൽ കയറി ആക്രമിച്ചില്ലല്ലോ. അപ്പം ഞങ്ങളെപ്പോലുള്ളവർ ഏത് സൈഡ് പറയണം, ഏതാണ് ശരി, ഏതാണ് ന്യായം? ഈ ഒക്ടോബർ 7 ഈ ഹമാസ് കയറി ആക്രമിച്ചിട്ടില്ലാതിരുന്നെങ്കിൽ ഇപ്പം ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ എന്താണ് ബേസിക് പ്രശ്നം? സ്റ്റാർട്ടിങ് എവിടുന്നാണ്? അത് നമ്മൾ ചിന്തിക്കണം. അതിനെക്കുറിച്ച് ഞങ്ങളുടെ ബൈബിൾ കൃത്യമായിട്ട് പറയുന്നു. ഇങ്ങനൊരു ഗൂഢാലോചന ഉണ്ടാകുമെന്നും അതിനകത്ത് ഇത്ര രാജ്യങ്ങൾ ഉണ്ടാകുമെന്നും. അതാണിപ്പോൾ നടന്നത്.
ഇതെങ്ങനെ അവസാനിപ്പിക്കും? 83-ാം സങ്കീർത്തനത്തിൽ 9-ാം വാക്യത്തിൽ മിദ്യാന്യരോട് ചെയ്തതുപോലെ അതുപോലെ ചെയ്യണം ഇവരോട് ആസാഫ് പ്രാർത്ഥിക്കുന്ന, കീശോൻ തോട്ടിൽ വെച്ച് സീസരയോട് ചെയ്തതുപോലെ ഇവരോട് ചെയ്യണമേ. 2 എക്സാമ്പിൾ ദൈവവചനത്തിൽ നിന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലൊന്ന് മിദ്യാന്യരോട് ചെയ്തതാ. വിശുദ്ധ വേദപുസ്തകത്തിലെ ന്യായാധിപന്മാരെന്ന് പറയുന്ന പുസ്തകത്തിലെ 7-ാം അധ്യായത്തിലെ 6-ാം വാക്യം, ഗിദെയോൻ ഒരു 300 പേരുമായിട്ട് ദൈവം അവരെ തെരഞ്ഞെടുക്കുന്നുണ്ട് പല പരീക്ഷണങ്ങളിൽ കൂടി. അങ്ങനെ ഒരു 300 പേരെയും കൊണ്ട് മിദ്യാന്യരോട് യുദ്ധത്തിന് പോകുന്നുണ്ട്. 7-1. അതുപോലെ തന്നെ 7-8 വരുമ്പോൾ ഓരേബ്, സേബ് എന്നീ രാജാക്കന്മാരെ മിദ്യാന്യര് ഈ ഗിദെയോൻ കൊല്ലുകയാണ്. ഗിദെയോൻ എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ ലീഡറാണ്. അപ്പോൾ ആസാഫിൻ്റെ പ്രാർത്ഥന അങ്ങനെയാണ്, ഇവരെ കൊല്ലണം, ലീഡേഴ്സിനെ കൊല്ലണമേ, അതുപോലെ ചെയ്യണമേ എന്നാണ് ആസാഫ് പ്രാർത്ഥിച്ചത്. ദൈവം അത് ഓർത്തു വെച്ചിരുന്നു. ഏതാണ്ട് ഈ അന്ത്യകാലമായപ്പോൾ അതുകൊണ്ടാണ് അലി ഖൊമേനിയെ ഇസ്രയേൽ കൊന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അതൊരു പ്രവചന നിവൃത്തിയാണ്. ആസാഫിൻ്റെ ഒരു പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തതാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 7-12 മിദ്യാന്യരും അമാലേക്കും കടൽക്കരയിലെ മണൽ പോലെയാണ് ഇവർക്ക് നേരെ വന്നത്. പക്ഷെ ഗിദെയോൻ്റെ കൂടെ ഏതാണ്ട് 300 പേരേ ഉള്ളൂ. അവിടെയും ശ്രദ്ധിച്ചോണം, ഇസ്രയേലിൻ്റെ ജനസംഖ്യയും ഇസ്രയേലിൻ്റെ ഏറിയായും ഇസ്രയേലിൻ്റെ സൈനിക ബലവും ഒക്കെ നോക്കുമ്പോൾ ഇറാൻ്റെ മുൻപിൽ ഇസ്രയേൽ ഒന്നുമില്ല. അവരുടെ ഫൈറ്റർ ജെറ്റുകളുടെ എണ്ണം എടുത്താലും പാറ്റൻ ടാങ്കുകളുടെ എണ്ണം എടുത്താലും മിസൈൽസുകളുടെ എണ്ണം എടുത്താലും ഒന്നുമില്ല. ആ ഇറാൻ ഇന്ന് ഏകദേശം ഇസ്രയേലിന് നേരെ ഒന്ന് കൈപൊക്കാനോ ഒരു നല്ല ബോംബ് ചെയ്യാനോ കൃത്യമായിട്ടൊരു മിസൈൽ അയക്കാനോ ഇന്നും അവർക്ക് കഴിയുന്നില്ല. കാരണം ഇസ്രയേലിലെ വളരെ കുറച്ച് ജനങ്ങളെ ഈ യുദ്ധത്തിൽ മരിച്ചിട്ടുള്ളൂ. 28 പേരെ ഈ 2.25 വർഷത്തിനിടയിൽ ഇസ്രയേൽ മരിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൽ തന്നെ നമുക്കറിയാം, അതൊക്കെ ഈ മിസൈലുകൾ അയച്ച് അത് ഇൻ്റർസെക്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ പീസുകളൊക്കെ വീണ് തീ കത്തിയും ഒക്കെ മരിച്ചവരാണ് 28 പേര്. അതെന്തുമാകട്ടെ, ഏതായാലും അവിടുത്തെ ഡെത്ത് നമുക്ക് ഇൻ്റർനെറ്റിൽ കിട്ടും. രണ്ടാമത് ആസാഫ് പ്രാർത്ഥിക്കുന്നത് കീശോൻ തോട്ടിൽ വെച്ച് സീസരയോട് ചെയ്ത പോലെ ഇവരോട് ചെയ്യണമേ. ഓർക്കണമേ, ഏകദേശം 2800-3000 വർഷം മുൻപുള്ളൊരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയാണ് ഞാൻ 78-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്യം പറഞ്ഞു തന്നിരുന്നു, ക്രോധശിഷ്ടത്തെ നീ അരക്കി കെട്ടിക്കൊള്ളുമെന്നുള്ളത്. അത് വളരെ വിശദീകരിക്കേണ്ട ഒരു ഭാഗമാണ്. അത് ദൈവം അരക്കി കെട്ടി അറ്റാച്ച് ചെയ്ത് വെച്ചിരുന്നു. അവസാനം ദൈവം അത് ക്രോധശിഷ്ടത്തെ ഭൂമിയിലേക്ക് എറിയുകയാണ്, അല്ലെങ്കിൽ ഓർഡർ കൊടുക്കുകയാണ്. ന്യായാധിപന്മാർ പുസ്തകം 4-13 സീസേര ഇസ്രയേലിനെതിരായിട്ട് യുദ്ധത്തിന് വരുന്നത്. അദ്ദേഹത്തിന് 900 ഇരുമ്പ് രഥമുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ വലിയ ഇപ്പോഴത്തെ ഇറാൻ്റെ കൂട്ട് തന്നെ വളരെ പവർഫുള്ളായിട്ട് അവർ വന്നേ. അല്ലെങ്കിൽ 1967 ഈജിപ്തിൻ്റെ നേതൃത്വത്തിൽ 14 രാജ്യങ്ങൾ ഏകദേശം വന്നപ്പോൾ അവരുടെ ഉണ്ടായിരുന്ന വെച്ച് നോക്കുമ്പോൾ ഇസ്രയേലിൻ്റെ ഒന്നുമില്ലായിരുന്നു. നമ്മൾ 5-ാമത്തെ എപ്പിസോഡിലാണ് ആ 6 ഡേയ്സ് വാറിനെ കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. ആ കാലത്ത് ദെബോര പ്രവാചകിയായിരുന്നു. പക്ഷേ അവർക്ക് ലീഡർഷിപ്പ് എടുക്കാൻ ദൈവത്തിൻ്റെ അനുവാദമില്ലായിരുന്നു. 4-14 വരുമ്പോൾ ബാരാക്ക് സകലരഥങ്ങളെയും സൈന്യത്തെയും തോൽപ്പിച്ചു. ഇസ്രയേൽ ജനത്തിൽ പുരുഷന്മാർക്ക് ധൈര്യമില്ലാഞ്ഞതുകൊണ്ട് ദെബേറെ കൂടെ യുദ്ധത്തിന് അവർ വിളിക്കുന്നു. ദൈവഹിതമല്ലാതെ ദെബേര ചാടിപ്പിടിച്ച് യുദ്ധത്തിന് പോയി. അവിടെ ന്യായാധിപന്മാരുടെ പുസ്തകം 5-13 നമുക്ക് വായിക്കാം, വീരന്മാരുടെ മധ്യേ യഹോവയും എനിക്കായി ഇറങ്ങി വന്നെന്ന് ഈ ദെബോര പിന്നെ ഒരു പാട്ട് പാടുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഒരുപക്ഷെ പല ദൈവങ്ങൾക്കും അറിയത്തില്ല. അതിൻ്റെ കാരണം, ഒരിക്കലും ഒരു സ്ത്രീ ഇസ്രയേലിനെ നയിക്കാൻ പാടില്ല. പുരോഹിത വർഗമായാലും ശുശ്രൂഷയിലാണേലും പുതിയ നിയമത്തിലും അത് തന്നെയാണ്. പുരുഷ സ്ഥലത്തിൽ പ്രസംഗിക്കാനോ ലീഡർഷിപ്പ് കൊടുക്കാനോ പാസ്റ്ററാകാനോ സ്ത്രീ അനുവദിക്കാനില്ല. കാരണം തീമോഥെയോസിൻ്റെ ലേഖനത്തിൽ 2-ാം അധ്യായം അതിൻ്റെ 7, 8, 9 വാക്യങ്ങൾ ക്ലിയറായിട്ട് പറയുന്നുണ്ട്. എന്താ അതിൻ്റെ കാരണമെന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. ആ കാരണത്തിലേക്ക് ഇപ്പം ഞാൻ പോകുന്നില്ല. അതുമാത്രമല്ല, എബ്രായ ലേഖനത്തിൽ വിശ്വാസവീരന്മാരുടെ പട്ടിക എഴുതുമ്പോൾ ദെബേരയുടെ പേരവിടെ ഇല്ല. ആക്ച്വലി പലരുടെയും ചിന്തയിൽ ദെബേരയുടെ പേര് വരേണ്ടതാണ്. ദെബേരയുടെ പേര് കട്ട് ചെയ്ത് കളഞ്ഞു. കാരണം ദൈവത്തിൻ്റെ പ്ലാനിലല്ലാത്ത കാര്യത്തിന് അവൾ ചാടി പുറപ്പെട്ടു. ബൈബിളിൽ നെഗറ്റീവും പോസിറ്റീവും ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തോണം. നമ്മളെ എഡിറ്റ് ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യത്തില്ലായിരുന്നു. അബ്രഹാം ഹാഗറിൻ്റെ ഇരിക്കെ പോയതും യഹൂദ തൻ്റെ മരുമോളിരിക്കെ പോയതും ഒന്നും നമ്മൾ എഴുതി വെക്കത്തില്ലായിരുന്നു. അതൊക്കെ എഴുതി വെക്കാൻ കാരണം ഇതിനകത്തൊക്കെ മർമ്മങ്ങളും അർത്ഥങ്ങളും ജനം വിശ്വസിക്കത്തക്ക കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ്. ഏതായാലും കീശോൻ തോട്ടി വെച്ച് സീസരയും 900 ഇരുമ്പ് രഥവുമായിട്ട് വന്നവരെ ഈ ബാരാക്ക് തോൽപ്പിക്കുകയാണ്. തിരുവചനത്തിൽ ബൈബിളിൽ ഒറ്റ യുദ്ധത്തിന് മാത്രമേ, അനേക യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്, ഒരൊറ്റ യുദ്ധത്തിന് മാത്രമേ യഹോവ ഈ സൈന്യത്തിൻ്റെ മുൻപിലേക്ക് വന്നിട്ടുള്ളൂ. അത് ഈ
ദബേര കൂടെ യുദ്ധത്തിന് ഇറങ്ങിയത് കൊണ്ടാണ്. വേറെ ഒരു യുദ്ധത്തിനും ദൈവം മധ്യത്തിലേക്ക് വന്നിട്ടില്ല. ദൈവം അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്, യുദ്ധം ജയിപ്പിച്ചിട്ടുണ്ട്, ഇടിമുഴക്കി മിദ്യാന്യരെ ഓടിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ബൈബിളിലുണ്ട്. പക്ഷേ ദൈവം ഇറങ്ങി വന്നു എന്ന് പറയുന്നത് ഈ ഒരൊറ്റ യുദ്ധത്തിൽ മാത്രമേ ഉള്ളൂ. കാരണം ഒരു സ്ത്രീ ലീഡർഷിപ്പിൽ യുദ്ധം ജയിക്കാൻ പാടില്ല. ഇനി നമുക്ക് ഈ യുദ്ധം കൊണ്ടുണ്ടായ ഗുണങ്ങളും ദോഷങ്ങളും ഒന്ന് ചിന്തിക്കാം. നമുക്ക് ഇസ്രയേലിന് എന്താണ് സംഭവിച്ചത്? ഇസ്രയേലിലെ അവിടെ ഈ ലോസ് ഈ വാറിലുണ്ടായത് 2023 ഒക്ടോബർ 7 മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ അവർക്കൊരൊറ്റ ഫൈറ്റർ ജെറ്റ് പോലും പോയിട്ടില്ല, അവരുടെ നഷ്ടപ്പെട്ടിട്ടില്ല. ഏതാണ്ട് 18 to 20 ഡ്രോൺസ് അവർക്ക് ലോസ് ആയിട്ടുണ്ട്. അവരയച്ചിട്ടുള്ള ഡ്രോൺസ് 28 പേര് മരിച്ചിട്ടുണ്ട് ഈ 2.25 വർഷത്തിനിടയിൽ. അതുപോലെ ഞാൻ ഈ പറയുന്നതല്ലേ ഏകദേശമാണ്, ഇതിനകത്തൊക്കെ 1 or 2 അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരും. നമ്മൾ പലതും ന്യൂസ് പേപ്പറിൽ നിന്നും അതുപോലെ ഇൻ്റർനെറ്റിൽ നിന്നും വാർത്താ മാധ്യമങ്ങളിൽ നിന്നും ഒക്കെ കിട്ടുന്ന ന്യൂസുകളാണ്. 3000 പേരോളം ഇസ്രയേൽ ഇഞ്ചുവേർഡായി. ഈ യുദ്ധം കൊണ്ട് അവർക്ക് കുറേ നേട്ടങ്ങളുണ്ടായിട്ടുണ്ട്. ഗസയിൽ തന്നെ 1000 കിലോമീറ്ററാണ് അവർ പിടിച്ചെടുത്തിരിക്കുന്നത്. ഞാൻ അതിൻ്റെ മാപ്പുകളും പിക്ചറുകളും ഇടാം. ബഫർ സോൺ ആക്കിയിട്ട് ഏതാണ്ട് 1000 കിലോമീറ്റർ 1000 സ്ക്വയർ കിലോമീറ്റർ അവരെ കൈവശം വെച്ചിട്ടുണ്ട്, ക്യാപ്ചേർഡ് ആക്കിയിട്ടുണ്ട്. സിറിയയിൽ നിയർ അബൌട്ട് 820 സ്ക്വയർ കിലോമീറ്ററാണ് സിറിയയിൽ നിന്നും പിടിച്ചിരിക്കുന്നത്. ലെബനാൻ്റെ ഭാഗത്തു നിന്നും ഏകദേശം 1500-2000 സ്ക്വയർ കിലോമീറ്റർ അവർ പിടിച്ചു ചേർത്തിരിക്കുക. അങ്ങനെ ഏകദേശം വരുമ്പോൾ ഒരു 3500-3800 കിലോമീറ്റർ സ്ക്വയർ കിലോമീറ്റർ ഇപ്പോൾ ഇസ്രയേലിൻ്റെ അധീനതയിലായിരിക്കുക. ഇതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി മടങ്ങ് ഇവരെ 1967 യുദ്ധത്തിന് പിടിച്ചെടുത്തിരുന്നു. അതെല്ലാം പിന്നെ അവർ തിരിച്ചു കൊടുക്കുകയായിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം പിടിച്ചെടുത്തത് അവർ തിരിച്ചു കൊടുക്കാൻ സാധ്യതയില്ല. അതിനുള്ള കാരണങ്ങൾ സമയമുണ്ടെങ്കിൽ ഞാൻ ഈ എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്തേക്ക് പറയാം. ഇനി ഇറാനെ സംബന്ധിച്ച് നമുക്ക് നോക്കാം. ഏകദേശം 270 ബില്യനാണ് അവരുടെ ചെലവ്. 270 ബില്യനാണ് US ഡോളറാണ് ഞാൻ ഈ പറയുന്നത്. ഇസ്രയേലിനാണ്ട് ചെലവ് വന്നിരിക്കുന്നത് 11 to 16 ബില്യനാണ്. അപ്പോൾ ഈ ബില്യൺ ട്രില്യൺ എന്നൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും അങ്ങ് കേട്ടുവിടരുത്. 10 ലക്ഷമാണ് 1 മില്യൺ എന്ന് പറയുന്നത്. 1000 മില്യനാണ് 1 ബില്യൺ. 1000 ബില്യനാണ് 1 ട്രില്യൺ. ഞാൻ അതിൻ്റെ ചാർട്ട് ഇവിടെ ഇട്ട് തരാം. എൻ്റെ ഒരു കണക്കൂട്ടൽ എനിക്ക് തോന്നുന്നത് 1 ട്രില്യൺ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഒരു വീടുകളിൽ 500 രൂപ നോട്ടിൻ്റെ കെട്ടുകൾ 1 ട്രില്യൺ കൊണ്ടുവന്നാൽ നമ്മുടെയൊക്കെ വീടുകളിൽ കൊള്ളുമോ എന്ന് എനിക്ക് സംശയമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എണ്ണി തീർക്കാൻ പറ്റുകയില്ല. അത്ര വലിയ ക്വാണ്ടിറ്റിയാണ് ഈ കണക്കുകൾ. 6 0 എഴുതിയെങ്കിൽ 1 മില്യൺ. 1 എഴുതി 6 0 ഇടണം. 1 എഴുതി 9 0 ഇടുമ്പോഴാണ് ബില്യൺ ആകുന്നത്. 1 എഴുതി 12 0 ഇടുമ്പോഴാണ് ട്രില്യൺ ആകുന്നത്. അപ്പം 270 ബില്യനാണ് ഒരു ഏകദേശ കണക്കാണ്. ഇതൊന്നും കറക്റ്റ് കാൽക്കുലേഷൻസ് അല്ല ഇറാന് ചിലവഴിക്കുന്നത്. പെർ ഡേ ഇപ്പോഴത്തെ അവരുടെ ലോസ് എന്ന് പറയുന്നത് ഏതാണ്ട് 400 to 500 മില്യനാണ്. മില്യൺ എന്നുവെച്ചാൽ 2 ദിവസം കൂടുമ്പോൾ അവർക്ക് 1 ബില്യൺ നഷ്ടപ്പെടുന്നു. ഹോർമോസ് ബ്ലോക്കേഡ് കൊണ്ടാണ് സംഭവിച്ചിരിക്കുന്നത്. അവർ എണ്ണ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. 400 to 500 പെർ ഡേയാണ് മില്യൺ. അപ്പോൾ 2 ദിവസം വരുമ്പം നിയർ അബൌട്ട് 1 ബില്യണിലേക്ക് വരുന്നു. അതൊരു ഭീമമായ നഷ്ടമായി ഇറാനെ സംബന്ധിച്ച്. എക്സാമ്പിൾ ഒരു 20 ദിവസമായെങ്കിൽ ആ ബ്ലോക്കേഡ്, അല്ലെ ഒരു 30 ദിവസമായെങ്കിൽ ഏതാണ്ട് 15 ബില്യൺ US ഡോളറാണ്. ഞാനീ പറഞ്ഞ ഇറാനിയൻ പണമോ ഇന്ത്യൻ രൂപയോ ഒന്നുമല്ല, US ഡോളറാണ്. അതുപോലെ തന്നെ ഏതാണ്ട് 42 ഫൈറ്റേഴ്സാണ് പോയിരിക്കുന്നത്. 42 അല്ല, പക്ഷേ ഇറാൻ പുറത്ത് വിട്ടിട്ടില്ല വാർത്തകൾ. അവിടെ ഇൻ്റർനെറ്റ് ഇല്ലെന്നും അവിടെ മാധ്യമങ്ങൾക്ക് വിലക്കാണെന്നും ഒക്കെ നമുക്കറിയാം. ജസ്റ്റ് നമുക്ക് പുറത്ത് കിട്ടുന്നൊരു കണക്കാണ് ഈ 42 ഫൈറ്റർ ജെറ്റുകൾ അവിടെ പോയിട്ടുണ്ടെന്ന്. പക്ഷേ അവരുടെ 400-500 ഫൈറ്റർ ജെറ്റുകൾ ഇസ്രയേൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ എയർപോർട്ടിൽ വെച്ച് തന്നെ ചുട്ടുകരിച്ചിരുന്നു എന്നുള്ളതാണ് പുറത്ത് കേൾക്കുന്ന വാർത്ത. ഇറാനിൽ ഏകദേശം 70,000 പേര് മരിച്ചിട്ടുണ്ടെന്നാണ് പുറത്ത് വരുന്ന വാർത്ത. പക്ഷേ ഔദ്യോഗികമായിട്ട് 7,000 എന്നൊക്കെയാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത്. അതിനെക്കുറിച്ചും നമുക്ക് കറക്റ്റ് അറിയത്തില്ല. ഇറാൻ പരിച്ഛേദം തീർന്നു പോകുമോ, നശിച്ചു പോകുമോ? ബൈബിൾ പ്രകാരം നോക്കിയാൽ അവർ നശിക്കത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങളെപ്പോഴുള്ളവർ പറയുന്നത് അമേരിക്കയോ ഇസ്രയേലിൻ്റെ 80-ലധികം ന്യൂക്ലിയർ ബോംബുകളുണ്ടെന്നാണ് പറയുന്നത്.
ഇപ്പം ഞങ്ങളെപ്പോലുള്ളവർ അതുകൊണ്ടാണ് പറയുന്നത് ഇറാൻ്റെ മേൽ ഒരിക്കലും ഒരു ന്യൂക്ലിയർ ബോംബ് ഇടത്തില്ല. 2, ഈ ന്യൂക്ലിയർ ബോംബ് ഇപ്പം പാകിസ്ഥാൻ്റെയിലുണ്ട്, ഇന്ത്യയിലുണ്ട്, ചൈനയുടെയിലുണ്ട്, കൊറിയയുടെയിലുണ്ട്, ഇസ്രയേലിൻ്റെയിലുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങൾ മോസ്റ്റ്ലി ഉണ്ട്, റഷ്യയുടെ 5000 അടുത്ത് ആറ്റം ബോംബ് ന്യൂക്ലിയർ ബോംബ്സ് ഉണ്ട്, അമേരിക്കയുടെ ഏകദേശം 5000-ത്തിനടുത്ത് ന്യൂക്ലിയർ ബോംബുകളുണ്ട്. ഈ ചെറിയ രാജ്യങ്ങളിലേ ഉള്ളൂ ഇതില്ലാത്തത്. ഇപ്പോൾ എക്സാമ്പിൾ അമേരിക്ക കൊണ്ട് ഇറാനിൽ ഒരു ന്യൂക്ലിയർ ബോംബ് ഇട്ടെന്നിരിക്കട്ടെ, ഒരു ചെറിയ ബോംബ് ഇട്ടെന്നിരിക്കട്ടെ. 4000 കിലോ വെയിറ്റ് ഉള്ളതാണ് ഹിരോഷിമയിലിട്ടത്. 1,00,000 പേര് അവിടെ ഉരുകിപ്പോയി, ആ സെക്കൻഡിൽ ഉരുകിപ്പോയി. അങ്ങനെയെങ്കിൽ അവർ വെള്ളം മെഴുകുപോലെ ഉരുകിപ്പോയി. അങ്ങനെയെങ്കിൽ ഇന്നത്തെ നാപ്പാം ബോംബോ ന്യൂക്ലിയർ ബോംബോ ഒക്കെ കൊണ്ടിട്ടാൽ അതൊക്കെ മെട്രിക് ടണ്ണും മെഗാട്രണ്ണും ഇപ്പോഴത്തെ ബോംബുകൾ. ഇനി ചെറിയ ബോംബുകൾ കൊണ്ടെന്നിരിക്കട്ടെ, അതെണ്ണം കൊണ്ടിട്ടാൽ അതിൻ്റെ അണുപ്രസരണം അടുത്തുള്ള രാജ്യങ്ങളിലേക്ക്, പാകിസ്ഥാനിലേക്ക്, അഫ്ഗാനിസ്ഥാനിലേക്ക്, ഇറാഖിലേക്ക്, സൗദി, കുവൈറ്റിലേക്കൊക്കെ വ്യാപിക്കും. ഈ കാറ്റടിച്ചു മറ്റും ഇതിൻ്റെ അണുപ്രസരണം ഉണ്ടാകും. ലോകം ഒരു വിനാശത്തിലേക്ക് പോകും. അങ്ങനെ ഒരു ബോംബ് സാധാരണ ബോധമുള്ള ഒരു ഭരണാധികാരിക്കോ ഒരു രാജ്യത്തിനോ ഇടാൻ ഇപ്പം പറ്റുകയില്ല. പിന്നെ ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു രാജ്യത്തെ മുഴുവൻ അങ്ങ് താളടിയാക്കാൻ പറ്റത്തില്ല. എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ ഇസ്രയേലിനെ ചെറിയ രാജ്യമല്ലേ, ഈ അറബ് രാജ്യങ്ങൾ അല്ലെങ്കിൽ പണ്ട് ഈ 67 കൂടിയതുപോലെ ഒരു 10-15 രാജ്യങ്ങൾ കൂടി ഇവരുടെ ഒരു ന്യൂക്ലിയർ ബോംബ് കൊണ്ടെന്നിരിക്കട്ടെ. ഇപ്പോൾ ഇറാൻ അത് ഉണ്ടാക്കാൻ വക്കിലെത്തിയല്ലോ. അങ്ങനെ അവസാനം ഇസ്രയേൽ യുദ്ധം ചെയ്തു, 6 days വാർ ജയിക്കുന്ന പോലെ ജയിക്കുന്ന ഒരു കാലഘട്ടം വരുമ്പോൾ ഇവരുടെ ഒരു ന്യൂക്ലിയർ ബോംബ് ഉണ്ടെങ്കിൽ അവർ കൊണ്ട് ഇസ്രയേൽ ഇടുമെന്നിരിക്കട്ടെ. അങ്ങനെ ഇടുന്ന ഒരു വക്ക് വരുമ്പോൾ അവരും തിരിച്ചൊന്ന് ചിന്തിക്കും. കാരണം ഞങ്ങൾ ഈ ബോംബ് കൊണ്ട് ഇസ്രയേലിലിട്ടാൽ ഒരുപക്ഷെ ഇസ്രയേലോ അല്ലെങ്കിൽ അമേരിക്കയോ അവരുടെ സഖ്യരാഷ്ട്രങ്ങളോ ഞങ്ങളുടെ മേളിൽ ഈ ബോംബ് കൊണ്ടിടും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇറാനും നശിക്കും, ഇസ്രയേലും നശിക്കും, അതിൻ്റെ സൈഡിലുകൾ കിടക്കുന്ന രാജ്യങ്ങളും നശിക്കും. അതുകൊണ്ടാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലൊക്കെ ഒരിക്കലും 2 രാജ്യങ്ങളും ഈ ബോംബിടാൻ മടിക്കുന്നത്. അതുമാത്രമല്ല, ഈ ബോംബൊക്കെ ഒരു സ്ഥലത്തല്ല സൂക്ഷിച്ചിരിക്കുന്നത്. ഇന്ത്യ തന്നെ ഒരുപക്ഷേ ഇന്ത്യയുടെ പല രാജ്യങ്ങളിലും, ഗുജറാത്തിലും കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ഇതുകൊണ്ട് സൂക്ഷിച്ചിട്ടുണ്ട്. അല്ല, ഒരിക്കലും ഒരു ഡൽഹിയുടെ ഒരു പ്രാന്തപ്രദേശത്തോ കാശ്മീരിൻ്റെ ഒരു മലയിടുക്കിലോ അല്ല ഇത് സൂക്ഷിക്കുന്നത്. കാരണം ഒരിടത്ത് ഇവർ ഹിറ്റ് ചെയ്താലും മറ്റു സ്ഥലത്തുനിന്ന് അവസാനം വേണ്ടിയ കൈക്ക് വന്നാൽ അറ്റ കൈക്ക് ഇത് എടുക്കണം. അമേരിക്ക അന്തർവാഹിനികളിലാണ് ഒത്തിരി സൂക്ഷിച്ചിരിക്കുന്നത്. ഏതായാലും അങ്ങനെയൊന്നും ഇടാൻ പറ്റത്തില്ല. ഇനി നമുക്ക് അമേരിക്കയുടെ നഷ്ടത്തെക്കുറിച്ചൊന്ന് നോക്കാം. അമേരിക്കയ്ക്ക് ഈ യുദ്ധത്തിലുണ്ടായിരിക്കുന്ന 15 പേരാണ് മരിച്ചിരിക്കുന്നത്. 538 പേരാണ് അവർ വൂണ്ടഡ് ആയിരിക്കുന്നത്. ഞാൻ ഈ ഇന്നത്തെ ഒരു കണക്ക് വരെയാണ് എടുക്കുന്നത്. ഇത് ഏകദേശ കണക്കെന്ന് ആദ്യമേ ഞാൻ പറഞ്ഞോട്ടെ. പക്ഷേ അവരുടെ ഫൈറ്റർ ജെറ്റുകൾ പോയിട്ടുണ്ട്. അത് ഫൈറ്റർ ജെറ്റുകൾ, ഹെർക്കുലീസ് പ്ലെയിന് ഇതൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഇൻ്റർനെറ്റിൽ നിന്ന് കിട്ടുന്ന കണക്കാണ്. അത് കറക്റ്റാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആക്സിഡൻ്റലി കുറേ സംഭവങ്ങളൊക്കെ നടന്നു. ചില പ്ലെയിനുകൾ കൂട്ടിയിടിച്ചു, ചിലത് കുവൈറ്റിന് മേളിൽ വെച്ച് തകർന്ന് വീണു, ഇറാനിൽ വീണു, അതവിടെ കത്തിപ്പോയി. അന്ന് അവരുടെ ഒരു ഹെർക്കുലീസ് പ്ലെയിൻ അവിടെ കത്തിച്ച് കളഞ്ഞു. കാരണം അതിനെന്തോ ട്രബിൾ വന്നിട്ട്, കാരണം മരുഭൂമിയിൽ ഇടിച്ചിറക്കിയതാണ്. എന്നാൽ അമേരിക്കയ്ക്ക് ഇതുവരെ ഉണ്ടായ എക്സ്പെൻസ് എന്ന് പറയുന്നത് 25 ബില്യനാണ്. മില്യനല്ല, ബില്യനാണ്. അവരുടെ 3 എയർക്രാഫ്റ്റ് കാരിയേഴ്സാണ് ഈ ഗൾഫ് ഏരിയയിൽ വന്നിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ളത് ഏബ്രഹാം ലിങ്കൺ. അതിലേതാണ്ട് 60 to 80, 90 ഫൈറ്റർ ജെറ്റുകളുള്ളതാണ്. 5000 ക്രൂ ആണ് ഈ ഒരു എയർക്രാഫ്റ്റ് കാരിയറിൽ വർക്ക് ചെയ്യുന്നത്. 20ഓളം ഹെലികോപ്റ്ററിൽ അതിലുണ്ട്. 20 ഫ്ലോർ ഈ ബിൽഡിങ്ങിൻ്റെ, ദാറ്റ് മീൻസ് ഒരു 200 ഫീറ്റ് മിനിമം ഇതിന് ഹൈറ്റുള്ള ഒരു എയർക്രാഫ്റ്റ് ഷിപ്പിറ്റാണ്. 4-5 ഏക്കർ സ്ഥലത്തിൻ്റെ വിസ്താരമാണ് ഇത് കടലിൽ കിടക്കുമ്പോഴുള്ളത്. 3-4 റൺവേകളാണ് അതിലുള്ളത്. ഒരു റൺവേ മാത്രമല്ല, 2-3 റൺവേ ഉണ്ട്. 4 റൺവേ ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 1,00,000 ടണ്ണാണ്. ഇങ്ങനെ ഇതിൻ്റെ കണക്കുകൾ ഒത്തിരി ഉണ്ട്. ഇതൊരു ന്യൂക്ലിയർ പവേർഡ് ഷിപ്പാണ്. അതുകൂടാതെ പിന്നെ ഒരെണ്ണം വന്ന് കിടക്കുന്നത് USS ജെറാൾഡ് ആർ ഫോർഡ് എന്ന് പറയുന്ന ഷിപ്പാണ്. അതും എയർക്രാഫ്റ്റ് കാരിയറാണ്.
അതിലും ഏകദേശമൊക്കെ ഈ കണക്കുകളാണ്. അതിൽ ഫൈറ്റർ ജെറ്റുകളുണ്ട്, ഹെലികോപ്റ്ററുകളുണ്ട്, റൺവേകളുണ്ട്. അതുകൂടാതെ ഒരെണ്ണം നമ്മുടെ മധ്യധരക്കടലിനടുത്ത് അല്ലെങ്കിൽ സൂയസ് കനാലിനൊക്കെ അടുത്ത് ഒരെണ്ണം കിടപ്പുണ്ട്. അത് ഇസ്രയേലിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി കിടക്കുന്നതാണെന്നാണ് പറയുന്നത്. അമേരിക്കയുടെ ഈ ലോസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം 25 ബില്യൺ അമേരിക്കയ്ക്ക് വന്നിരിക്കുന്നു. ഇസ്രയേലിന് ഏകദേശം വന്നിരിക്കുന്നത് ഒരു 15-16 ബില്യനാണ്. അപ്പോൾ 25ഉം 15ഉം കൂടെ കൂട്ടിയ 25ഉം 5, 30, 40 ബില്യൺ ഇപ്പോൾ അമേരിക്കയ്ക്കും ഇസ്രയേലിനും കൂടെ തന്നെ ആയിട്ടുണ്ട്. ഇറാന് സംഭവിച്ചിരിക്കുന്ന നമുക്കറിയാമല്ലോ 270 ബില്യനാണ്. 270 + 40, ഞാൻ ടോട്ടൽ കണക്കൊന്ന് പറയുക, 310 ബില്യൺ US$ ഇപ്പോൾ ഈ 3 രാജ്യങ്ങൾക്ക് തന്നെ ആയിട്ടുണ്ട്. സൗദി അറേബ്യ, കുവൈറ്റ്, ഈ രാജ്യങ്ങളെ കൂടെയൊക്കെ എടുക്കാമെങ്കിൽ അവരുടെ യുദ്ധത്തിൻ്റെ ചിലവൊക്കെ കൂട്ടുമ്പം ഭയങ്കര ചിലവാണ് വന്നിരിക്കുന്നത്. UAEയുടെ ചിലവ് അനേക ബില്യൺസ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സൗദി അറേബ്യയ്ക്ക് 3 പേരെ മരിച്ചിട്ടുള്ളൂ, 23 പേര് ഇഞ്ചേർഡ് ആയിട്ടുണ്ട്. കുവൈറ്റിന് ഏതാണ്ട് പറഞ്ഞ 10 ബില്യനാണ്. അപ്പോൾ ഇവരുടെ എല്ലാം കൂടെ ബില്യൺസൊക്കെ കൂട്ടിക്കഴിയുമ്പം ഏകദേശം ഒരു 350 ബില്യൺസാണ് ഇപ്പം ഈ യുദ്ധത്തിന് ഒരു മോസ്റ്റ്ലി ഏകദേശം ഒരു കണക്കാണ്. ഇത്രയും ചെലവുകളാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഓർക്കണമേ, ഇസ്രയേൽ അനേക ഭൂപ്രദേശം പിടിച്ചെടുത്തു. ലെബനാൻ്റെ ഭരണമേ മാറിപ്പോയി. 60 ലക്ഷത്തോളം ജനങ്ങളായി ലെബനാനിലുള്ളത്. അതിൻ്റെ ക്യാപിറ്റൽ നമുക്കറിയാം ബെയ്റൂട്ടാണ്. പഴയ കാലത്ത് ഇത് അന്ത്യോക്യസ് എപ്പിഫാനസിൻ്റെ കീഴിലായിരുന്നു, യേശുക്രിസ്തുവിനൊക്കെ മുമ്പുള്ള കാലത്ത്. സെക്രിയാവ് 3:2 വരുമ്പോൾ യഹോവ സാത്താനോട്, യഹോവ നിന്നെ ഭർഷിക്കുന്നു, യെരുശലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ നിന്നെ ഭർഷിക്കുന്നു. ഇവിടെ പറയുന്നു യെരുശലേമിനെ തിരഞ്ഞെടുത്തത് യഹോവയാണ്. യഹോവയാണ് യെരുശലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി സെക്രിയാവ് 11:1 പോകുമ്പോൾ ലെബനോനെ വാതിൽ തുറന്നു വയ്ക്കുക. ഇതൊരു പ്രവചനമാണ്. കാരണം നീ എത്ര അടച്ചു വെച്ചാലും നിന്റെ സൈന്യം എത്ര നോക്കിയാലും നടക്കത്തില്ല, ഇസ്രയേൽ ഇടിച്ചു കയറും. അങ്ങനെ ഇസ്രയേൽ ഇടിച്ചവിടെ കയറി. സെക്രിയാവ് 11:1 പറയുന്നു. നീ യോവേൽ 3:1 വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം. ഞാൻ യഹൂദയുടെയും യെരുശലേമിൻ്റെയും സ്ഥിതി മാറ്റുവാനുള്ള നാളുകളിൽ, കാരണം ദൈവം ഈ ഇസ്രയേലിൻ്റെ സ്ഥിതി മാറ്റും. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചിരുന്നു. എസെക്കിയേൽ പർവ്വതത്തിൽ പറയുന്നു, ഇസ്രയേൽ പർവ്വതങ്ങളെ എൻ്റെ ജനമാകുന്ന ഇസ്രയേൽ മക്കൾ വരുവാൻ സമയം അടുത്തുകൊണ്ട് നിങ്ങൾ കൊമ്പുകളെ നീട്ടുവീൻ, നിങ്ങൾ ഫലം പുറപ്പെടുവിക്കും, അവിടെ കൃഷിയും വിതയും നടക്കും. അതുപോലെ ഈ അസ്ഥികൾ ജീവിക്കുമോ? ആ അസ്ഥികൾ ഇസ്രയേൽ മക്കളാണ്. അവരെ ദൈവം 1948 കൂട്ടിച്ചേർത്തു. യോവേൽ 3:1 പറയുന്നു, യഹൂദയുടെയും യെരുശലേമിൻ്റെ സ്ഥിതി മാറ്റുവാനുള്ള നാളുകളിലും കാലത്തിൽ ഞാൻ സകല ജാതികളെയും കൂട്ടി യഹോശാഫാത്ത് താഴ്വരയിൽ വരും. അപ്പം ഞാൻ അവരോട് വ്യവഹരിക്കും. അവർ അവരെ ജാതികളിൽ ചിതറിച്ച് എൻ്റെ ദേശത്തെ നശിപ്പിച്ചു കളഞ്ഞു. ആര്? ഈ പറയുന്ന കൂട്ടർ, ഇവിടെ പറഞ്ഞ 10 ജാതീയ കൂട്ടുകൾ എൻ്റെ ജനത്തിൻ്റെ ദേശം വിഭാഗിച്ചെടുത്ത് അവരെൻ്റെ ദേശത്തെ ലോകം മുഴുവൻ ചിതറിച്ചു കളഞ്ഞു. അതുകൊണ്ട് ഞാൻ അവരോട് വ്യവഹരിക്കും. ഇവരെ യഹോശാഫാത്ത് താഴ്വര, ഇത് ഞങ്ങളുടെ ബൈബിളിൽ കൃത്യമായിട്ടും പറയുന്നുണ്ട്. ആ സബ്ജക്റ്റ് പിന്നെ ഞാൻ പിന്നീടൊന്ന് വിവരിക്കാം. അപ്പോൾ യഹോശാഫാത്ത് താഴ്വരയിൽ യേശുക്രിസ്തു തൻ്റെ വിശുദ്ധന്മാരുമായിട്ട് വന്നിട്ട് അവിടെ ഒരു നീതിയുടെ സിംഹാസനം വയ്ക്കും, തേജസ്സിൻ്റെ സിംഹാസനം വയ്ക്കും. അതിന് ന്യായവിധി ആരാണെന്നും അതൊക്കെ ഞങ്ങളുടെ വിശുദ്ധ വേദപുസ്തകത്തിൽ ബൈബിളിൽ അത് കൃത്യമായിട്ടും പറയുന്നുണ്ട്. യോവേൽ 3:4 സോരും സീദോനും സകല ഫിലിസ്ത്യ ദേശങ്ങളുമായുള്ളവേ, ഈ പലസ്തീൻ ദേശങ്ങൾ, പലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന ദേശങ്ങൾ, ഇസ്രയേലിനെ ചിതറിക്കാൻ കൂട്ടുന്ന ദേശങ്ങൾ, അവരെല്ലാവരോടും ഞാൻ വ്യവഹരിക്കും. ഒരു ദിവസമുണ്ട്, അത് വരാൻ പോകുന്നതേ ഉള്ളൂ. ഇതൊരു പ്രവചനമാണ്. ഇതുവരെയുള്ള പ്രവചനങ്ങളൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞൊരു പ്രവചനം നടന്നിരിക്കുന്നു. ആ പ്രവചനം ഇവരെ 10 ജാതികൾ കൂടിയിരിക്കുന്ന രാജ്യങ്ങൾ ഇസ്രയേലിനെ തകർക്കാൻ നോക്കും. അതിപ്പം പല പ്രാവശ്യമായി കഴിഞ്ഞു. അതിൽ 1967 നല്ലൊരു ഹിറ്റ് ഈ രാജ്യങ്ങൾക്ക് കിട്ടി. അതുകൊണ്ട് അവർ പഠിച്ചില്ല. അവസാനം വീണ്ടും ന്യൂക്ലിയർ ബോംബിലേക്ക് വരാറായപ്പോൾ ഇറാൻ അതിന് മുൻകൈയെടുത്ത് പ്രോക്സികളെ വളർത്തി അവരെ ഇസ്രയേലിനെ തകർക്കാൻ നോക്കുക. ഇതിനകത്ത് ആരും ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. ജീവിക്കുന്ന ദൈവമാകുന്ന സ്വർഗത്തിലെ ദൈവം, ആ ദൈവത്തിൻ്റെ വചനമെന്നും നിങ്ങളിൽ പലരും വിശ്വസിക്കുന്ന തൗറാത്തെന്നും ഇഞ്ചീലെന്നും പറയുന്ന പുസ്തകങ്ങളിലെ
വാക്യങ്ങളെടുത്ത് അത് ആക്ഷരികമായി നടക്കുന്നതാണ് ഞങ്ങൾ കാണിക്കുന്നത്. നിങ്ങൾ പരാജയപ്പെടുകയാണ്. നിങ്ങൾ പരാജയപ്പെടുമെന്ന് ഈ ഞങ്ങളുടെ ബൈബിളിൽ എഴുതി വച്ചിരിക്കുക. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സത്യങ്ങൾ നിങ്ങളെ കാണിച്ചിട്ട് സ്നേഹത്തിൻ്റെ ആത്മാവിൽ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ യേശുവിനെ വിശ്വസിക്കണം, യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് യേശുക്രിസ്തു കാൽവറിയിൽ വന്ന് ബലിയായി. ആ യേശുക്രിസ്തുവിൻ്റെ ബലി നടന്നതുകൊണ്ടാണ് പഴയ നിയമ വിശുദ്ധന്മാരാകുന്ന നിങ്ങൾ വിശ്വസിക്കുന്ന ദാവീദ് രാജാവ്, സുലൈമാൻ രാജാവ്, ഇബ്രാഹിം നബി, യാക്കോബ് നബി ഇവരൊക്കെ നടത്തിയ മൃഗബലിയുടെ പൊരുൾ നടന്നത്. അതുകൊണ്ടാണ് അവരെ യേശുക്രിസ്തു പർദീസയിലേക്ക് കൊണ്ടുപോയെന്ന് ഞങ്ങളുടെ ബൈബിളിൽ പറയുന്നത്. യഹോശാഫാത്ത് താഴ്വരയിൽ ഇവർക്കൊരു ന്യായവിധി വരുന്നുണ്ട്. ഇനി നമ്മൾ സിറിയയുടെ നഷ്ടങ്ങളെക്കുറിച്ച് പഠിച്ച ഇസ്രയേൽ ഏകദേശം സിറിയയിൽ നിന്നും 820 കിലോമീറ്റർ ദേശമാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. ഇനി സിറിയയെക്കുറിച്ച് പഠിച്ചാൽ 1,85,180 സ്ക്വയർ കിലോമീറ്ററാണ് അവരുടെ വ്യാസം, ആ ദേശത്തിൻ്റെ വ്യാസം. 23.23 മില്യനാണ് അവിടുത്തെ പോപ്പുലേഷൻ. പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ, അതിൻ്റെ ദേശം, അതിൻ്റെ ക്യാപിറ്റലാണ് ദമസ്കസ്. ഈ ദമസ്കസിനെ കുറിച്ച് ബൈബിളിലെ അനേകം വിവരണങ്ങളുണ്ട്. ഏകദേശം 74% സുന്നി മുസ്ലിംസും 12% ഷിയ മുസ്ലിംസും. ഇറാനിൽ ഷിയക്കാരാണ് കൂടുതൽ, ഗൾഫ് രാജ്യങ്ങളിലെ സുന്നി മുസ്ലിംസാണ് കൂടുതൽ. എന്നാൽ ബഹ്റിനിൽ കുറച്ച് ഷിയ മുസ്ലിംസ് ഉണ്ട്. അതിൻ്റെ അവരെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ക്രിസ്ത്യൻസാണ് 9% ആയിരുന്നു. എന്നാൽ ക്രിസ്ത്യൻസിനെ ഒത്തിരി അവിടെ വെട്ടിക്കൊന്നും പീഡിപ്പിച്ചും അവരൊത്തിരി നശിച്ചിട്ടുണ്ട്. പ്രസിഡന്റ് അൽ ആസാദായിരുന്നു. 9/12/2024 അദ്ദേഹം റഷ്യയിലേക്ക് എസ്കേപ്ഡായി. അദ്ദേഹം രാത്രിക്ക് രാമായണം റഷ്യയിലേക്ക് പോവുകയായിരുന്നു. അദ്ദേഹം ഇപ്പോൾ റഷ്യയിലുണ്ട്. റഷ്യ അവർക്ക് രാഷ്ട്രീയ അഭയം കൊടുത്തിരിക്കുകയാണ്. ഈ ദമസ്കോസിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. യിരെമ്യാ 49:23 ദമസ്കസിനെ കുറിച്ചുള്ള അരുളപ്പാട് ശ്രദ്ധിച്ചോണം. ഹാമാത്തും അർപ്പാദും ദോഷവർത്തമാനം കേട്ടതുകൊണ്ട് ലജ്ജിച്ചുരുകിപ്പോയിരിക്കുന്നു, കടൽ വരെ ദുഃഖം വ്യാപരിച്ചിരിക്കുന്നു. എന്താ പറ്റിയത്? കടൽ വരെ ദുഃഖം വ്യാപരിച്ചിരിക്കുന്നു. കാരണം അവരെ പ്രസിഡന്റ് നിൽക്കാൻ പറ്റിയില്ല. നിന്ന നിപ്പിൽ രായ്ക്ക് രാമാനം ഭാര്യയും കൂട്ടി പ്ലെയിനിൽ പോവുക. കാരണം രാജ്യം വേണ്ട. ഇവിടെ ഒരു കാര്യം ചിന്തിച്ചോണം, ഈ രാജാക്കന്മാരും ഇങ്ങനെയുള്ള പ്രസിഡന്റ്മാരും ഒക്കെ ഭരിക്കുമ്പോൾ നമ്മുടെ സമ്പദ്ഘടനയുടെ നല്ല ശതമാനം ഇവരെ പല രാജ്യങ്ങളും നിക്ഷേപിച്ച് അവിടെ സിറ്റികൾ പണിതിട്ടേക്കുക. ഞാൻ പേര് പറയുന്നില്ല. ഇന്ന് മിഡിൽ ഈസ്റ്റിലുള്ള പല രാജ്യങ്ങൾക്കും ഇന്ത്യയിൽ സ്ഥലമുണ്ട്. ഞാൻ വേണമെങ്കിൽ പേര് പറയാം. ഞാൻ ആ സ്ഥലത്ത് പോയി കണ്ടിട്ടുണ്ട്. അവിടെ ബോർഡും ചെറുതായിട്ട് വെച്ചിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ ഒരു ചെറിയ രാജ്യം, സമ്പത്തിൽ വളരെ മുന്നേ നിൽക്കുന്ന ഒരു രാജ്യമാണ്. അവർ ആന്ധ്രാപ്രദേശിൽ സ്ഥലം മേടിച്ചിട്ടിട്ടുണ്ട്. അതുപോലെ ഇവർക്കെല്ലാം പലയിടത്തും സിറ്റികളുണ്ട്. ഇവർ അമേരിക്കയിലും പല സ്ഥലത്തും ചെറിയ ചെറിയ ഗ്രാമങ്ങൾ മേടിച്ച് ഇവരുടെ പേരിലാക്കി അവരിവരുടെ പാലസുകൾ വരെ പണിതിട്ടേക്കുക. കാരണം ഇവർക്കറിയാം, ഇങ്ങനെയൊരു ജനപ്രക്ഷേപം ഇന്നല്ലേ നാളെ ഉണ്ടായാൽ ഇവർക്ക് പോയി താമസിക്കാൻ സ്ഥലം വേണം. ട്രില്യൺസ് ഓഫ് പണം ഇവർ അവിടെ നിക്ഷേപിച്ചു വിട്ടേക്കുക. അവർക്കും അവരുടെ മക്കൾക്കും ജീവിതകാലം അവിടെ സുഖമായി ജീവിക്കത്തക്കവണ്ണം. ഇതാണ് ഈ രാജഭരണം കൊണ്ടൊക്കെയുള്ള ദോഷങ്ങളെന്ന് പറയുന്നത്. എന്നാൽ ജനായത്ത ഭരണം വെച്ച് നോക്കുമ്പോൾ സോഷ്യലിസ്റ്റ് ഭരണം എന്നൊക്കെ പറയുമ്പോൾ അതിന് ചില ദോഷങ്ങളുമുണ്ട്. അതും ഇപ്പോൾ മോശമൊന്നുമല്ല, നല്ല കൊള്ളയടിയായി ഇപ്പോൾ നടക്കുന്നത്. ഇനി 29/23 തത്തക്ക് തുറമുഖത്തു നിന്നും, നിങ്ങൾക്കറിയാം തത്തക്ക് തുറമുഖത്തു നിന്നും റഷ്യയ്ക്ക് അവിടെ ഒരു പോർട്ട് ഉണ്ടായിരുന്നു. ഏതാ? ഈ സിറിയയുടെ തത്തക്ക് തുറമുഖത്ത്. അവിടുന്ന് അവരത് ഇട്ടിട്ട് പോയി. കാരണം റഷ്യയ്ക്ക് ഇപ്പം നേരെ നിൽക്കാൻ വയ്യാത്ത സമയമാണ്. ഉക്രൈനുമായിട്ട് വർഷങ്ങളായിട്ട് യുദ്ധം നടക്കുക. അതെങ്ങനെ അവസാനിപ്പിക്കുന്നല്ലോ അവർക്ക് രണ്ടു കൂട്ടർക്കും അറിയത്തില്ല. അപ്പോൾ അതിനിടയിൽ വീണ്ടും കയറി വന്ന് ഇസ്രയേലിനോട് യുദ്ധം ചെയ്യാൻ അവർക്ക് സമയമില്ല. അമേരിക്ക പിൻപിൽ നിൽപ്പുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും റഷ്യയ്ക്കത് പറ്റത്തില്ല. റഷ്യ ഒരു പ്ലാൻ ചെയ്ത് പിടിച്ചെടുത്താണ് തത്തക്ക് തുറമുഖമൊക്കെ. എന്നാൽ അവിടുന്ന് റഷ്യ ഓടിപ്പോയി. യിരെമ്യാ 40:24 ദമസ്ക് ക്ഷീണിച്ച് ഓടിപ്പോവാൻ തിരിയുന്നു. കണ്ടോ? ഓടിപ്പോവാൻ തിരിയുന്നു. കീർത്തിയുള്ള പട്ടണം, ആനന്ദഗോപുരം. കാരണം മ്ലേച്ഛതകളുടെ സുഖലോലുപത്തിൻ്റെ പട്ടണങ്ങളായിരുന്നു ഇതൊക്കെ. രാത്രിയിൽ ഉറങ്ങാത്ത സിറ്റികളായി ഇവരുടെയൊക്കെ ഈ ദമസ്കോസ് എന്നൊക്കെ പറയുന്നത്. സുഖലോലുപത്തിലായിരുന്നു. ദൈവത്തെയും അള്ളാവിനെയും ഒക്കെ പറയുന്നുണ്ടെങ്കിലും
കാര്യങ്ങൾ വരുമ്പം മദ്യവും മയക്കുമരുന്നും പെണ്ണുങ്ങളും എല്ലാമായിട്ടാണ് ഇവരുടെയൊക്കെ ജീവിതം കൂടുതലും. 41:26 യൗവനക്കാർ വീതികളിൽ വീഴുന്നു, സകല യോദ്ധാക്കളും നശിച്ചു പോകുന്നു, മതിലുകൾക്ക് തീ വയ്ക്കും, ബെൻ ഹദാദ് തൻ്റെ അരമനകൾ ദഹിപ്പിക്കും. അരമനയിട്ട് പോഴി. നിങ്ങൾ ആ സംഭവമൊക്കെ ഓർക്കുന്നുണ്ടോ? ഇപ്പം എല്ലാം ഞാൻ വാർത്തകൾ കാണിക്കാൻ പോയ ഈ എപ്പിസോഡിൻ്റെ ടൈം ഇവിടെ തീരത്തില്ലല്ലോ. ആമോസ് 1:5 വരുമ്പോൾ ഹസായേൽ ഗ്രഹത്തിൽ തീ വയ്ക്കും, ബെൻ ഹദാദിൻ്റെ അരമനകളെ ദഹിപ്പിക്കും, ദമസ്കൊക്കിൻ്റെ ഓടാമ്പലുകളെ തകർത്ത് കളയും. ഇനിയും അതിൻ്റെ 1:5 വരുമ്പോൾ ചെങ്കോൽ പിടിച്ചവൻ ഛേദിക്കപ്പെടും. അതാണ് അസാദ് ഓടിപ്പോയത്. ചെങ്കോൽ പിടിക്കുന്നവൻ, അവിടുത്തെ പ്രസിഡന്റ് ഓടിപ്പോയി. 1:6 ബദ്ധന്മാരെ കൊണ്ടുപോയിരിക്കുന്നാൽ ശിക്ഷ മടക്കുകയില്ല. കാരണം ഇസ്രയേൽ ജനത്തെ ഇവർ പീഡിപ്പിച്ചു, അവരെ ബന്ദികളാക്കി കൊണ്ടുപോയി. അതുകൊണ്ട് ശിക്ഷ മടക്കിക്കളയില്ല. ഗസയുടെ മതിലിനകത്ത് തീ അയക്കും. ഗസയ്ക്കകത്ത് തീ മഴയാ പെയ്തത്, ഇസ്രയേൽ പെയ്ച്ചത്. ഇനി യെശയ്യാ 25:12 വരുമ്പോൾ മോവാബ് സ്വസ്ഥാനത്ത് മെതിക്കും, മതിലുകളെ തള്ളിയിടും, പൊടിയാക്കി കളയും. അടുത്തത് യെശയ്യാ 27:12 അന്നാൾ എന്ന് പറയുന്ന ഓർത്തോണം, ഇത് അന്ത്യകാലത്തേക്കുള്ള. ഈ അന്നാളിൽ നിന്ന് ബൈബിളിൽ എവിടെ ഉണ്ടോ അതെല്ലാം ഈ അന്ത്യകാല പ്രവചനങ്ങളാണ്. കാരണം യേശുക്രിസ്തുവിൻ്റെ വരവിനോടൊക്കെ അടുത്തു, ആൻറ്റിക്രൈസ്റ്റിൻ്റെ വരവായി ഒരു ഷോർട്ട് പീരീഡ് കാണും. അന്നാളിൽ നദി മുതൽ മിസ്രയീം തോട് വരെ കറ്റമെതിക്കും, ഇസ്രയേൽ മക്കളെ നിങ്ങളെ പെറുക്കിയെടുക്കും. ഇത് തേർഡ് വേൾഡ് വാർ കഴിഞ്ഞിട്ടുള്ള ആൻറ്റിക്രൈസ്റ്റിൻ്റെ ഭരണകാലത്തെ ഉള്ളതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. 2ാം പ്രാവശ്യം ഞാൻ കൈനീട്ട് വന്നു. യെശയ്യാവ് 49:3 ഞാൻ നിന്നെ മിനുക്കി അമ്പാക്കി, ഞാൻ നിന്നിൽ മഹത്വീകരിക്കും. അവൻ എൻ്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെയാക്കി, നിന്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു. യഹോവ അവൻ എന്നെ മിനുക്കി അമ്പാക്കി തൻ്റെ പൂണിയിൽ മറച്ചു വെച്ചു. എന്നോട് ഇസ്രയേലേ, നീ എൻ്റെ ദാസൻ, ഞാൻ നിന്നിൽ മഹത്വീകരിക്കപ്പെടും. ഇതാണ് ഇത് കേൾക്കുന്ന എല്ലാവരും, അങ്ങ് ആരുമായിക്കോട്ടെ. പക്ഷേ ഞങ്ങളുടെ ബൈബിളിൽ പറയുന്ന പോലെ ഇസ്രയേലിൽ ദൈവം മഹത്വം എടുക്കുകയാണ്. ലോകം അവരുടെ ടെക്നോളജികളും അവരുടെ യുദ്ധങ്ങളും കണ്ട് പകച്ചു നിൽക്കുകയാണ്. ഞാൻ നിന്നെ മിനുക്കി അമ്പാക്കും, ഞാൻ നിന്നിൽ എന്നെ മഹത്വപ്പെടുത്തും. അതാണിന്ന് നടക്കുന്നത്. ദൈവത്തിൻ്റെ ജനമേ, എൻ്റെ വാത്സല്യ ഇസ്ലാമിക സഹോദരന്മാരെ, ഹിന്ദു സഹോദരന്മാരെ, ക്രിസ്തീയ സഹോദരന്മാരെ, ഈ ബൈബിളിലുള്ളത് അതുപോലെ നടക്കുന്നു. ഒറ്റ മാർഗം. നമ്മളെല്ലാം പറയുന്ന ഈശ്വരൻ, അള്ളാഹു, ദൈവം, ഇവരെല്ലാം ഒന്നാന്നിരിക്കട്ടെ. ഞാൻ അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് പറയട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ യഹോവയാം ദൈവത്തിൽ, അല്ലെ ജീവനുള്ള ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് തൻ്റെ പുത്രനാകുന്ന യേശുക്രിസ്തുവെ, നിങ്ങൾ ഈസാ നബി എന്ന് ചിലരൊക്കെ വിശ്വസിക്കുന്നുണ്ടല്ലോ. അപ്പോൾ യേശുവിനെ ഇവിടേക്ക് അയച്ചു. ആ യേശു ബലിയാകാൻ വന്നതാ, യാഗമാകാൻ വന്നതാ. യേശു യാഗമായി 33.5 വർഷം കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അപ്പോൾ ആ യേശു പോയതുപോലെ മധ്യാകാശത്ത് വീണ്ടും വരും തൻ്റെ ജനത്തെ ചേർക്കുവാൻ. എന്നിട്ട് 7 വർഷം കഴിയുമ്പോൾ മധ്യാകാശത്തെ പ്രത്യേക ഒരു പറുദീസയിൽ, മധ്യാകാശത്തിലല്ല, ഒരു പ്രത്യേക പറുദീസയിൽ 7 വർഷം ഇരുന്നിട്ട് അവിടുന്ന് 1000 വിശുദ്ധന്മാരുമായിട്ട് ഇസ്രയേലിനോട് വാക്കു പറഞ്ഞ ആക്ഷരിക രാജ്യം സ്ഥാപിക്കാൻ വരും. അതിന് ഞങ്ങളുടെ ബൈബിളിൽ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ പറയുന്നു, 1000 ആണ്ട് സാത്താൻ ഇവിടെ ബന്ധിക്കും. യെശയ്യാ 32:1-2 വാക്യങ്ങൾ പറയുന്നു, ഒരു രാജാവിടെ നീതിയോടെ ഭരിക്കും, പ്രഭുക്കന്മാർ ന്യായപാലനം ചെയ്യും. ഈ പ്രോഗ്രാമിൻ്റെ അവസാന സമയങ്ങളിലേക്ക് വരുമ്പോൾ ഞാൻ ആ സബ്ജക്റ്റുകൾ എടുക്കാം. ഇന്നത്തെ മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടിയും ദൈവജനത്തിൻ്റെ നിവൃത്തിയെ കണ്ടുകൊണ്ട് നമുക്ക് കർത്താവിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകാം. ദൈവം നമ്മെ എല്ലാവരെയും ബലപ്പെടുത്തുമാറാകട്ടെ.